നീർച്ചാലുകൾ, കൃപയുടെ നീർച്ചാലുകൾ. അധ്യായം 4. ദൈവം സ്നേഹമാണ്. സ്നേഹമാണ് ദൈവത്തിന്റെ സ്വഭാവം. ഈ സ്വഭാവത്തിൽ നിന്നാണ് നാം ഓരോരുത്തരും ജനിച്ചത്. തന്റെ ഏകപുത്രൻ വഴിയാണ് ഈ സ്നേഹം നാം തിരിച്ചറിയുന്നത്. ദൈവത്തിന്റെ ഈ സ്നേഹ സ്വഭാവത്തിൽ നിന്നാണ് നാം ഓരോരുത്തരും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പ്രാപ്തരായി മാറുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞിന് അമ്മയുടെ മാറിടത്തിലെ പാൽ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണമായി തീരുന്നത് പോലെ പിതാവിന്റെ സ്നേഹം മനുഷ്യർക്ക് അനുഭവവേദ്യമാക്കത്തക്ക വിധം പുത്രനെ അവിടുന്ന് രൂപപ്പെടുത്തി. കാൽവരി കുരിശിൽ തന്റെ ജീവിതം ബലിയായി നൽകിയതിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്തുകൊണ്ട് ഈ മഹത്തായ ദൈവസ്നേഹത്തെ പുത്രൻ തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവസ്നേഹത്തിന്റെ സവിശേഷതകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദൈവസ്നേഹത്തിന്റെ സവിശേഷതകളിലൂടെ കടന്നു പോകുമ്പോൾ 4 കാര്യങ്ങളാണ് പ്രധാനമായി നാം കാണുക. ഒന്നാമത്, ദൈവത്തിന്റെ സ്നേഹം വ്യക്തിപരമാണ്. രണ്ടാമതായി, വ്യവസ്ഥകളില്ലാത്തതാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നോക്കുമ്പോൾ മൂന്നാമതായി നാം തിരിച്ചറിയുന്നു, ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. അതുപോലെ തന്നെ പ്രതിഫലം ഇച്ഛിക്കാത്തതാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ ഈ സവിശേഷതകൾ നാം ഒന്നാഴത്തിൽ പഠിക്കുമ്പോൾ വ്യക്തിപരമായ ദൈവസ്നേഹത്തെ ബൈബിളിന്റെ ആദ്യ താളുകളിലൂടെ നാം തിരിച്ചറിയുന്നുണ്ട്. നീ, നിനക്ക്, നിന്നെ എന്നിങ്ങനെയൊക്കെ വചനഭാഗങ്ങളിലൂടെ നാം വായിക്കുമ്പോൾ വ്യക്തിപരമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:1. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ വലിയ വ്യക്തിപരമായ ആ ദൈവസ്നേഹത്തിന്റെ ആഴമാണ് നാം ഇവിടെ കാണുക. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ പേരുകൾ വെച്ച് ഈ വചനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ വ്യക്തിപരമായ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, വ്യവസ്ഥകളില്ലാത്തതാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നാം ഇത് കാണുന്നുണ്ട്. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്ന്. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും മാറ്റമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന, വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നാം ഇവിടെ തിരിച്ചറിയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മേഖലകളിൽ അവിടുന്ന് താനിറങ്ങി വന്ന് നമ്മെ സ്നേഹിക്കുന്നവനാണ്. മൂന്നാമതായി നാം പറഞ്ഞു, ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് എന്നെയും നിന്നെയും ഒക്കെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് ബൈബിളിൽ നാം കാണുക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ കായേനും ആബേലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറുപ്പം തൊട്ട് നാം ഇത് പഠിക്കുന്നതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? കായേൻ തന്റെ സഹോദരനായ ആബേലിനെ തന്റെ കൃഷിത്തോട്ടത്തിൽ വെച്ച് കൊല്ലുന്ന കഥയല്ലേ അവിടെ വായിക്കുക. അവിടെ നാം കാണുന്നുണ്ട്, കായേൻ ഈ കൊലപാതകമെല്ലാം കഴിഞ്ഞ് വളരെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം കാണുന്നവരെല്ലാം തന്നെ കൊല്ലുമെന്ന് തന്റെ മനസാക്ഷിയിൽ നിന്ന് അവനൊരു കുറ്റബോധം സൃഷ്ടിക്കപ്പെട്ടു. അവൻ ദൈവത്തോട് ഇതിനെക്കുറിച്ച് പരിതപിച്ചപ്പോൾ ദൈവം അവനെ അടയാളമിട്ട് സംരക്ഷിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും, നാം എത്ര പാപികളാണെങ്കിലും നമ്മെ അതെല്ലാം മറന്ന് സ്നേഹിക്കുന്നവനാണ്. യേശു ഈ ദൈവസ്നേഹത്തിന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന ഈ ദൈവസ്നേഹത്തെ കുറിച്ച് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നാം ഇത് കാണുക. ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ അവിടെ നാം കാണുന്ന ഈ പിതാവിന്റെ ആ കാത്തിരിപ്പ്, അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമാണ്. ഒരിക്കല് ഇളയ മകന്
തന്റെ സമ്പാദ്യമൊക്കെ പിതാവിനോട് ചോദിച്ചു വാങ്ങുകയാണ്. പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. പിതാവ് സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഇളയവൻ അവന്റെ ഭാഗം കൊണ്ട് ദൂരദേശത്തേക്ക് പോയി എന്നാണ് യേശു തന്റെ ഉപമയിൽ പറയുക. അങ്ങനെ ദൂരദേശത്ത് പോയി ദൂർത്തടിച്ച് ജീവിക്കുന്ന മകന് എല്ലാം നഷ്ടമായി പന്നിയുടെ കുഴിയില് പന്നികൾക്ക് കൊടുക്കുന്ന തകിടെങ്കിലും കിട്ടി ജീവിക്കാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. അതുപോലെ ലഭിക്കാത്തപ്പോൾ അവനൊരു തിരിച്ചറിവുണ്ടാവുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ പേർ സുഭിക്ഷമായി ഭക്ഷിച്ച് ജീവിക്കുന്നുണ്ടെന്ന്. അവൻ തിരിച്ചു നടക്കുമ്പോൾ യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ അകലെ വെച്ച് തന്നെ കാണുന്ന പിതാവ് ഓടിച്ചെന്ന് അവനെ അംഗീകാരം ചെയ്യുകയും അവനാവശ്യമായ എല്ലാം നൽകി വീണ്ടും പുത്രസ്ഥാനത്തേക്ക് തിരിച്ചെടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് വചനം പഠിപ്പിക്കുക. അതെ, നമ്മെ ഓരോരുത്തരെയും നാം എത്ര പാപം ചെയ്തവന്നാലും യേശുവിന്റെ രക്തത്തിലൂടെയുള്ള രക്ഷയിലേക്ക് തിരിച്ചു നടക്കുവാൻ നാം ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ ആ സ്നേഹപിതാവ് കാത്തിരിക്കുകയാണ്. കുംഭസാരം എന്ന പുരാശയിലൂടെ ദൈവസ്നേഹത്തിലേക്ക് തിരിഞ്ഞു നടക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. നാലാമതായിട്ട് നാം പഠിച്ചു ദൈവത്തിന്റെ സ്നേഹം പ്രതിഫലം ഇച്ഛിക്കാത്തതാണ് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. ഈ സ്നേഹം യേശു തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തിയത് തന്റെ കാൽവരി അർപ്പണത്തിലൂടെയാണ്. പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ നേർചിത്രമാണ് കാൽവരിയിൽ നാം കണ്ടുമുട്ടുക. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹത്തിനുള്ള പ്രത്യുത്തരമാണ് നമ്മുടെ വിശ്വാസം എന്നത്. ഈ വിശ്വാസം നാം പ്രകടമാക്കുക ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത വഴിയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം തിരുവചനത്തില് ഇത് കൂടുതൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനത്തിലേക്ക് പോകാം. ദൈവസ്നേഹം പ്രതിഫലിക്കുക 2 തരത്തിലാണ്. ഒന്നാമതായി പ്രപഞ്ച സൃഷ്ടിയിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും കാണപ്പെട്ടത്. രണ്ടാമതായി സൃഷ്ടിയുടെ എല്ലാം അഗുണമായി മനുഷ്യനെ സ്ഥാപിച്ചതിലൂടെയാണ്. സർവനന്മയായ ദൈവത്തിന്റെ സ്നേഹം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പ്രപഞ്ച സൃഷ്ടിയിലാണ്. ദൈവം തന്റെ പ്രിയപുത്രനായ നിത്യവചനം വഴി ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് സർവ്വതും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുക, സൃഷ്ടി നടത്തുന്നതിന് ദൈവത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വസ്തുവോ എന്തെങ്കിലും സഹായമോ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ്. ഇല്ലായ്മയിൽ നിന്നാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. രണ്ടാമതായി ദൈവസ്നേഹം പ്രതിഫലിക്കുക മനുഷ്യനെ സൃഷ്ടിയുടെ എല്ലാം മകുടമാക്കിയതിലൂടെയാണ്. മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനായി തന്റെ ജീവനും സ്നേഹവും നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം: ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചുവെന്നും അവനെ സന്താനപുഷ്ടിയുള്ളവരായി അനുഗ്രഹിച്ചുവെന്നും വീണ്ടും നാം തുടർന്ന് വായിക്കുന്നുണ്ട്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിൽ ദൈവസ്നേഹത്തിന്റെ തുടിപ്പ് അനുനിമിഷം പ്രപഞ്ച സൃഷ്ടിയിലൂടെ അനുഭവപ്പെടുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. സൃഷ്ടികളായ നമ്മൾ സ്രഷ്ടാവിനെ ആരാധിക്കാൻ കടപ്പെടുന്നു. സൃഷ്ടപ്രപഞ്ചത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ നാം ഓരോരുത്തരും മഹത്വപ്പെടുത്തുകയാണ്. ഇത്രമാത്രം ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനവും അതുപോലെ തന്നെ ദൈവസ്നേഹത്തിന്റെ സവിശേഷതകളും നാം തിരിച്ചറിഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ദൈവസ്നേഹത്തിൽ നിന്ന് മനുഷ്യ മക്കൾ അകന്നു പോയത് എന്ന് നമുക്കൊന്ന് അറിയേണ്ടതില്ലേ? മനുഷ്യന്റെ അധംപതനത്തെ കുറിച്ച് ഈ പാഠഭാഗത്ത് നാം മനസ്സിലാക്കുന്നുണ്ട്. ദൈവം എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്: ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നുവെന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച
സമസ്തവും മനുഷ്യനായി ക്രമീകരിച്ച് പറുദീസായിന് അവനെ പാർപ്പിച്ചുവെന്നാണ് നാം പഠിച്ചിരിക്കുക. ഇപ്രകാരം എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും നടുവിൽ വസിച്ച മനുഷ്യന് എങ്ങനെ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി? അത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ പോലെ ആകുവാനുള്ള ആഗ്രഹം. ശരിയാണ്, നാം ഓരോരുത്തരും ദൈവത്തെ പോലെ ആകുവാന്, ഇല്ലെങ്കിൽ ദൈവമില്ലാതെ നമുക്ക് ജീവിക്കാമെന്ന ഒരു ധൈര്യവും സങ്കല്പവും ജീവിതത്തിൽ എല്ലാം നേടാനുള്ള ഒരു നെട്ടോട്ടവും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് ഈ ദൈവസ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയും അധംപതനവും സംഭവിക്കുക. മക്കളെ, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ മറന്നുകൊണ്ട് നമുക്കൊരു ജീവിതമില്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവിടുത്തേക്ക് വേണ്ടിയാണ്. അവിടുന്ന് സൃഷ്ടിച്ച സൃഷ്ടജാലങ്ങളെയെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, അവിടുന്ന് നൽകിയ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി നിറഞ്ഞ ഒരു ജീവിതം ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെക്കുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അധ്യായത്തിന് ചില ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കുന്നു, നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി, ആരാ നമ്മെ സൃഷ്ടിച്ചത്? ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. രണ്ടാമതായി ചോദിക്കുകയാണ്, മറ്റു സൃഷ്ടികളെക്കാൾ മനുഷ്യനുള്ള പ്രത്യേകത എന്താണെന്ന്. 4 കാര്യങ്ങളാണ് ഇവിടെ നാം പ്രത്യേകമായി തിരിച്ചറിയുക. മറ്റു സൃഷ്ടികളെക്കാൾ മനുഷ്യനുള്ള, ഇല്ലെങ്കിൽ എനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ, ദൈവം തന്റെ ഛായയും സാദൃശ്യവും നൽകിയാണ് എന്നെയും നിന്നെയും ഒക്കെ സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്? ദൈവത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റ് സൃഷ്ടികളെക്കാൾ ഒക്കെ മാഹാത്മ്യമുള്ള, ഇല്ലെങ്കിൽ സൃഷ്ട വസ്തുക്കളെക്കാൾ പ്രാധാന്യമുള്ളവരായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അടുത്തതായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൽ പങ്കുപറ്റി ജീവിക്കുവാനും നമുക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതാണ് മറ്റ് സൃഷ്ടികളെക്കാൾ മനുഷ്യനുള്ള പ്രത്യേകത. മൂന്നാമതായിട്ട് നമ്മോട് ചോദിക്കുന്നത്, ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും എന്നതിന്റെ അർത്ഥം എന്ത് എന്നാണ്. ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും എന്നത് മനുഷ്യ സ്വഭാവത്തെയും മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തെയുമാണ് സൂചിപ്പിക്കുക. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ചിന്തിക്കാനും സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കഴിവും ശാരീരികതയും ചേർന്നതാണ് ഈ സാദൃശ്യം എന്നത്. സ്നേഹിക്കുവാനുള്ള കഴിവാണ് മനുഷ്യന്റെ ദൈവിക ഛായ. ദൈവം സ്നേഹമാകുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്നേഹത്തോട് ചേർന്ന് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും അനുനിമിഷവും പ്രകടമാക്കുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി നമ്മോട് ചോദിക്കുക, ദൈവം എന്തിനാണ് തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ്. എന്തിനു വേണ്ടിയായിരിക്കാം? തന്റെ ഗ്രഹണശക്തിയും ഇച്ഛാശക്തിയും ഉപയോഗിച്ച് തന്റെ സ്രഷ്ടാവിനെ ആരാധിക്കുവാനും സ്നേഹിക്കുവാനും സർവ സൃഷ്ടികളെയും അവിടത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ നിരന്തരം ആരാധിക്കുവാനും ആ സ്നേഹത്തിൽ നിരന്തരം നിലനിൽക്കുവാനുമാണ് ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. നമുക്ക് കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരുവാന് ഈ ക്ലാസ്സിലൂടെ ഇടയാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.